ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. വിന്നിംഗ് ടീം കണ്ടക്ട് ചെയ്യുന്ന ഗ്ലോബൽ സിഒയിലേക്ക് എത്തിയിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് സുഷിത, എറണാകുളം ജില്ലയിലെ കോതമംഗലത്തു നിന്നുമാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ ഒരു പ്രസന്റേഷൻ കേൾക്കാൻ എത്തിയിരിക്കുന്ന പുതിയ വ്യക്തികളെ പ്രത്യേകം കൺഗ്രാറ്റുലേറ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങളുടെ ലൈഫിലെ പേഴ്സണലിയും ഫിനാൻഷ്യലിയും ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഒരു 360 ഡിഗ്രി ചേഞ്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്ന, അതിന് സാധിക്കുന്ന ഒരു ബിസിനസ് പ്രസന്റേഷൻ, അതിനെ കുറിച്ചിട്ട് കേൾക്കാനാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടീമിലെ ആരെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇനിയും എത്തിച്ചേരാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ ഇൻവൈറ്റ് ചെയ്യുക. കാരണം നമുക്ക് കിട്ടുന്ന ഈ ഒരു സിഒ പ്രസന്റേഷൻസിലൂടെയാണ് നമുക്ക് ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. എത്രയും വേഗം അത് ഉപയോഗപ്പെടുത്താനായിട്ട് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രസന്റേഷനിലേക്ക് കടക്കാം. ഇന്നത്തെ ഈ ഒരു ഗ്ലോബൽ സിഒ പ്രസന്റേഷൻ ചെയ്യാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് ഷംന മാമിനെയാണ്. മാം മലപ്പുറം വേങ്ങര സ്വദേശിയാണ്. ബൈ പ്രൊഫഷൻ മാം ഒരു ടീച്ചറാണ്. സെൽഫ് ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ നമ്മളിലേക്ക് ഈ ഒരു പ്രസന്റേഷൻ ഹാൻഡിൽ ചെയ്യാനുമായിട്ട് ഈ ഒരു പ്രസന്റേഷന് വേണ്ടിയിട്ട് മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. മാം പ്ലീസ് വെൽക്കം. Thank you, Sushita ma'am. Thank you so much. Very great introduction and introducing. Thank you so much. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെ പേര് ഷംന, ഫ്രം മലപ്പുറം വേങ്ങര സ്വദേശിയാണ്. പ്രൊഫഷൻ ബൈ ടീച്ചറാണ്. പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാനിപ്പോ ചെയ്തു വരുന്നത്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും നമ്മളൊരു ലൈഫ് ചേഞ്ചിങ് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ. നിങ്ങളുടെ ഭൂതകാലത്തെ മറക്കാനും ഭാവിയെ കുറിച്ച് ചിന്തിക്കാനും സ്വപ്നം കാണാനും ഒക്കെ നമ്മളെ അനുവദിക്കുന്ന, നമുക്ക് അർഹതപ്പെട്ടിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് ഇന്ന് നമ്മൾ എല്ലാവരും കണക്ട് ആയിരിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഒരു പ്ലാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞാനൊരു സ്ലൈഡ് മൂവ് ചെയ്യുന്നുണ്ട്. വളരെ ക്ഷമയോടുകൂടി ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇരിക്കുക. നമുക്കൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ വരുമാനം വളരെ അത്യാവശ്യമാണല്ലേ? ആ ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനും ഈ ഒരു പ്ലാറ്റ്ഫോമുമായി കണക്ട് ആയത്. 1.5 വർഷമായി ഇന്ന് സിൽവർ ഡയറക്ടർ എന്ന പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെയൊക്കെ ഇന്നത്തെ വരുമാന നിലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സേവ് ചെയ്യാനും മാറ്റിവെക്കാനും ഒന്നും തന്നെ ഇല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റിന്റെ സാമ്പത്തിക സാധ്യതയെ കുറിച്ച് തിരിച്ചറിയേണ്ടത്. ആ ഒരു തിരിച്ചറിവാണ് എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമുമായി കണക്ട് ആക്കിയതും ഇന്ന് വളരെ സീരിയസ് ആയിട്ട് ഞാനും എന്റെ ഫാമിലിയും ഈ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നതും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മുമ്പിൽ ഈ ഒരു പ്ലാൻ എന്താണെന്ന് ഞാനൊന്ന് ചെറിയൊരു സ്ലൈഡിന്റെ സഹായത്തോടു കൂടി പറഞ്ഞു തരാം. സ്ലൈഡ് ഓക്കെ അല്ലേ സുഷിതാമ്മ? സ്ലൈഡ് ഓക്കെ ആണ്. ഓക്കെ, താങ്ക് യു. ഇവിടെ സ്ക്രീനിൽ കാണാം വിന്നിംഗ് ടീം, ദ ടീം ഓഫ് ചാമ്പ്യൻസ്. ഇത് ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 എഡ്യൂക്കേഷണൽ സിസ്റ്റം ആണ്. ഈ ഒരു ഓർഗനൈസേഷന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസും മെന്റർഷിപ്പും സപ്പോർട്ടും എല്ലാം തന്നുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഒരു വ്യക്തിയെങ്കിലും അവിടെ ഉണ്ടായിരിക്കും അല്ലെ? അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് നയിക്കാൻ വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ പൂർണ്ണമായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇവരുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് സിഇഒ, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. കൺസ്യൂമറിനെ എംപവർ ചെയ്യിക്കുന്ന ഒരു ബിസിനസ് സിസ്റ്റം ആണിത്. സ്മാർട്ട് കൺസ്യൂമർ, ഒരു സ്മാർട്ട് കൺസ്യൂമർ ആയിക്കൊണ്ട് നമ്മളിലേക്കും നമ്മുടെ കൂടെ വരുന്നവരിലേക്കും ഒരു വരുമാനം എത്തിച്ചു കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. വാട്ട് ഈസ് യുവർ ഡ്രീം? എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ? നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണ്? എന്റെ സ്വപ്നം, എനിക്ക് വേറെ സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ ഒരുപോലെ ആയിരിക്കില്ല നമ്മുടെ സ്വപ്നങ്ങൾ, വ്യത്യസ്തമായിരിക്കും അല്ലെ? അതുപോലെ തന്നെ ഇന്ന് ഏതൊരു വ്യക്തിക്കും കോമൺ ആയിട്ട് കാണപ്പെടുന്ന കുറച്ച് സ്വപ്നങ്ങളാണ് ഇവിടെ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. കാരണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയാൽ മാത്രമേ അവരുടെ ബാക്കിയുള്ള സ്വപ്നങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജീവിക്കാൻ അത്യാവശ്യത്തിനുള്ള ഒരു ക്യാഷ് വേണം. അതുപോലെ സഞ്ചരിക്കാൻ നമുക്ക് സ്വപ്നത്തിലുള്ള ഒരു വാഹനം നമുക്ക് വേണം. ഇന്ന് നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ സ്വപ്നത്തിലുള്ള ഒരു വാഹനമായിരിക്കില്ല. അതുപോലെ വിദേശ ടൂർ പോവുക, നമുക്ക് നല്ലൊരു വീട് ആഗ്രഹിക്കാത്തവരായിട്ട് ഇന്ന് ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ? അതുപോലെ നമ്മുടെ ഫാമിലിയോടൊപ്പം നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യുക എന്നതൊക്കെ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്വപ്നങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്കിൽ ഈ ഒരു പ്രോജക്റ്റിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലൂടെ ഇതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഓക്കെ, സക്സസ്ഫുൾ ലൈഫ് ഈസ് ദ കോമ്പിനേഷൻ. ഇന്ന് ഒരു വ്യക്തിയുടെ ജീവിതം സക്സസ് ആയി എന്ന് പറയണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇനഫ് മണി, ഇനഫ് ടൈം, പ്രോപ്പർ ഹെൽത്ത്, ലൈഫ് സെക്യൂരിറ്റി.
ഇത് നാലും നല്ല രൂപത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലൈഫ് സക്സസ് ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു 20 വയസ്സ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, അവർക്ക് ഒരുപാട് ടൈം ഉണ്ടാകും, ഒരുപാട് ആരോഗ്യം ഉണ്ടാകും, പക്ഷേ ആവശ്യത്തിനുള്ള പണം ഉണ്ടായിരിക്കില്ല. 20 മുതൽ 60 വയസ്സ് വരെയുള്ള ഒരു വ്യക്തിയെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അവർക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാവാം, പക്ഷേ അവർക്ക് ആരോഗ്യം ഉണ്ടാവാം, പക്ഷേ അവർക്ക് ടൈം ഉണ്ടാവില്ല ലൈഫ് എൻജോയ് ചെയ്യാൻ, അല്ലെ? അതുപോലെ ഒരു 60 വയസ്സിന് മുകളിലേക്കാണെങ്കിലോ ഒരുപാട് ടൈമും ഉണ്ടാവും, ഒരുപാട് ക്യാഷ് ഉണ്ടാവും, പക്ഷേ ആരോഗ്യം ഉണ്ടാവില്ല. ഇതിലേതെങ്കിലും ഒന്നുണ്ടാകുമ്പോൾ ഒന്ന് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. എങ്കിൽ ഇങ്ങനെയല്ല, നമുക്ക് ആരോഗ്യവും ക്യാഷും അതുപോലെ നമുക്ക് ടൈമും പൂർണ്ണമായിട്ടും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലൈഫ് സക്സസ് ആയി എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇതിന്റെ ആൻസർ നിങ്ങളുടെ മനസ്സിൽ തന്നെ കണ്ടിരിക്കണം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വരുമാനത്തെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. വാട്ട് ഈസ് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്? എന്താണ് നിങ്ങളുടെ ഇന്നത്തെ വരുമാന നില? വാട്ട് അബൌട്ട് യുവർ സേവിംഗ് ഫോർ ഫ്യൂച്ചർ? നിങ്ങൾ ഭാവിയിലേക്ക് എന്തെങ്കിലും സേവ് ചെയ്തു വെച്ചിട്ടുണ്ടോ? ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലി ഈ സുരക്ഷിതത്വം ഉറപ്പാണോ? അതുപോലെ ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്സ്? നിങ്ങൾ ഇപ്പോഴത്തെ വരുമാനം നിലച്ചു പോയാൽ മുന്നോട്ടുള്ള ലൈഫിന് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും? ഡു യു ഹാവ് ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ചെലവഴിക്കാൻ ടൈം അല്ല, ക്വാളിറ്റി ഉള്ള ഒരു ടൈം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? പലരുടെയും മനസ്സിൽ കൂടെ പലർക്കും കിട്ടിയിട്ടുള്ള ഒരു ആൻസർ നോ എന്നായിരിക്കും, അല്ലെ? തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലൂടെ ഇതിനെല്ലാം ഉള്ള ഒരു ആൻസർ യെസ് എന്നാക്കി തീർക്കാൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഓക്കെ, ടൈപ്സ് ഓഫ് ഇൻകം. ഇവിടെ 4 തരത്തിലുള്ള ഇൻകം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ശരിക്കും ഞാൻ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് കണക്ട് ആയതിനു ശേഷമാണ് ലോകത്തിൽ ഈ 4 ടൈപ്പ് ഇൻകം ഉണ്ട് എന്നത് എനിക്ക് തന്നെ മനസ്സിലായിട്ടുള്ളത് കേട്ടോ. ഒരു ആക്റ്റീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ എപ്പോഴാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് വരുമാനം കിട്ടുന്നു, എപ്പോഴാണോ നമുക്ക് പ്രവർത്തിക്കാതിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വരുമാനം കട്ടാവുന്നു. അതാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. ഇപ്പൊ എംപ്ലോയി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവും, ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെയോ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആക്റ്റീവ് ഇൻകം കാരനാണ്. കാരണം അവർക്ക് ഒരു പക്ഷേ ഒന്നുകിൽ വേജസ് ആയിരിക്കാം അല്ലെങ്കിൽ സാലറി ആയിരിക്കാം അവർക്ക് ലഭിക്കുന്നുണ്ടാവുക. അതുപോലെ സെൽഫ് എംപ്ലോയി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സെൽഫ് എംപ്ലോയിഡ് ആണ്. കാരണം എന്റെ സ്വന്തം സ്കിൽ ഉപയോഗിച്ചിട്ട് വരുമാനം ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ ഡാൻസർ, ഡോക്ടേഴ്സ്, സിംഗർ ഇവരൊക്കെ സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്, അല്ലെ? അവരുടെ സ്വന്തം സ്കില്ല് കഴിവ് ഉപയോഗിച്ച് അവർ വരുമാനം ഏൺ ചെയ്യുന്നു. അതിന് കൂടുതൽ ടൈം അവർ ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ടാകും. ഇത് ആക്റ്റീവ് ഇൻകം കാറ്റഗറിയിൽ പെടുന്നു. അതുപോലെ പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ ആബ്സെൻസിൽ പോലും നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓണേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും, ഇപ്പം ലുലു മാൾ, അതുപോലെ കല്യാൺ സിൽക്സ്, ഇവരൊക്കെ ഒരു സിസ്റ്റമാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവർക്ക് പകരം പ്രവർത്തിക്കുന്നത് ആ ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റ് ആയിട്ട് അവരുടെ ഫാമിലിയിലേക്ക് അവരുടെ ആബ്സെൻസിൽ പോലും അവർക്ക് വരുമാനം ലഭിക്കുന്നു. അതുപോലെ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് എവിടെയെങ്കിലും നിക്ഷേപിച്ച് ക്യാഷിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ കെട്ടിടങ്ങളൊക്കെ പണിതിട്ട് അതൊക്കെ റെന്റിന് കൊടുക്കുക, അങ്ങനെയാണ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. പോപ്പുലേഷനിൽ 5% മാത്രമേ പാസീവ് ഇൻകത്തിന്റെ ആളുകൾ ഉണ്ടാവുള്ളൂ. 95% സമ്പത്തും ഇവരുടെ കൈകളിലായിരിക്കും. ഓക്കെ, വാട്ട് യു ഗെറ്റ്? നമുക്ക് എന്തെല്ലാം ഇതിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും? ഒരു എക്സ്ട്രാ ഇൻകം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. നമ്മൾ ജോലിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ജോലി എന്താണോ അതിനെ ഒന്നും തടസ്സപ്പെടുത്താതെ തന്നെ ഒരു അഡീഷണൽ ഇൻകം നേടിയെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നമ്മുടേതല്ലേ. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാം, ആവശ്യങ്ങൾ ഉണ്ടാവാം, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവാം. പലപ്പോഴും നമ്മൾ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വരാറുണ്ട്. അതിന് കാരണം എന്താണ്? നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റിലൂടെ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ടൈം ഫ്രീഡം നമുക്ക് ലഭിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങൾക്കൊക്കെ 24 മണിക്കൂർ ദൈവം അതുപോലെ തന്നെ തന്നിരിക്കുകയാണ്, അല്ലെ? അപ്പൊ ഈ ടൈം
ടൈം ഫ്രീഡം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 8 മണിക്ക് വീട്ടിൽ നിന്ന് ആ ഒരു ജോലിക്ക് പോകുന്നു, 5 മണിക്ക് ആ ഒരു കൃത്യസമയത്ത് വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ഒരു ടൈം ഫ്രീഡം ഇല്ല, അവർക്ക് ഒരു ടൈം ഷെഡ്യൂളാണ് ആ ഒരു ജോബ് ചെയ്യാനുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് അപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഇപ്പൊ നിലവിൽ നമുക്കൊരു കുറച്ചു നേരം ഒരു ഫ്രീ ടൈം കിട്ടിയാൽ നമ്മൾ എവിടെയാണ് നമ്മൾ ചെലവഴിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ കയറിയിരുന്ന് റീൽസ് കണ്ടും യൂട്യൂബ് വീഡിയോസ് കണ്ടും ഒക്കെ അവരുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുക്കി വിടുന്ന ഒരു സംവിധാനത്തിന് പുറകെയാണ് നമ്മൾ എല്ലാവരും ഇന്നുള്ളത്. പക്ഷെ നമ്മുടെ ഫ്രീ ടൈം ഉപയോഗിച്ച്, നമ്മൾ ഫ്രീ ടൈം എന്ന് പറഞ്ഞ് നിസ്സാരമായി തള്ളിക്കളയുന്ന ആ ഒരു ടൈം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാകും. നമ്മൾക്ക് ഇന്ന് രോഗം വന്നതിന് ശേഷമാണ് ചികിത്സിക്കാൻ പോകുന്നത് അല്ലെ. രോഗം വരാതെ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് സംരക്ഷിക്കുക എന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ രോഗം വരാതെ സംരക്ഷിക്കാനുള്ള വലിയൊരു സൊല്യൂഷൻ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ടാകും. അത് വഴിയെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതുപോലെ ലിവ് എ ലെഗസി. എന്താണ് ലെഗസി? നമ്മൾ ചെയ്തു വെച്ച മൂല്യങ്ങൾ, നേട്ടങ്ങൾ, അതെല്ലാം നമ്മുടെ തലമുറക്ക് കൂടി കൈമാറ്റം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഇത് നമ്മളിൽ മാത്രം ഒതുങ്ങുന്നില്ല, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ 3 തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. നമ്മുടെ മക്കൾക്ക് 18 വയസ്സാകുമ്പോൾ ഈ ഒരു പ്രോജക്റ്റ് അവരിലേക്ക്, അവർക്കൊരു ഗിഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടാകും. അതുപോലെ ഏർലി റിട്ടയർമെന്റ്, ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഗവൺമെന്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 60-65 വയസ്സ് വരെ ആ ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യേണ്ടി വരും. ആ ഒരു 65 വയസ്സാകുമ്പോൾ അവർ റിട്ടയർമെന്റ് ലൈഫിലേക്ക് എങ്ങനെയാണ് തിരിച്ചു വരുന്നുണ്ടാവുക? സ്വപ്നങ്ങളെല്ലാം ബാക്കിയായിട്ടുണ്ടാകും, ഒരുപാട് ബാധ്യതകളുമായിട്ടും അവരുടെ ആരോഗ്യം ഒരുപാട് ക്ഷയിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കാം ആ ഒരു വ്യക്തി ആ ഒരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ശരിക്കും അതൊരു റിട്ടയർമെന്റ് ലൈഫാണോ? തുടർന്നുള്ള ജീവിതത്തിന് വേണ്ടി അവർ വീണ്ടും ജോലി അന്വേഷിക്കുകയാണ്. ശരിക്കും അതൊരു റിട്ടയർമെന്റ് ലൈഫാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ ഒരു പ്രോജക്റ്റിലെ ഒരു സിസ്റ്റം ആണുള്ളത്. ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് തന്നെ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാൻ, ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ, നമ്മുടെ ആബ്സെൻസിൽ പോലും നമുക്ക് ലഭിക്കുന്ന ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക് സാധ്യമാണ്. നമ്മൾ വിന്നിംഗ് ടീം എന്ന ഒരു ഹയർ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി വിദ്യാഭ്യാസവും സൗന്ദര്യവും യാതൊരു പ്രശ്നവുമല്ല. 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഈ ഒരു പ്രോജക്റ്റുമായിട്ട് കണക്ട് ആവാവുന്നതാണ്. ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ്, സപ്പോർട്ട്, മെന്റർഷിപ്പ് ഇതെല്ലാം വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ വഴി നമുക്ക് ലഭിക്കുന്നതിലൂടെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു മാറ്റം സൃഷ്ടിക്കാൻ, ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, നമ്മളൊക്കെ ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ. നിലവിൽ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ, നമ്മുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ തൊട്ടടുത്തുള്ള പാർക്കിലേക്കും ബീച്ചിലേക്കും ഒക്കെ നമ്മൾ പോവാറുണ്ട്. പക്ഷെ വിദേശ ടൂർ എന്നത് നമ്മുടെ സ്വപ്നത്തിൽ മാത്രം ഒതുക്കി വെച്ച ഒരു കാര്യമായിരിക്കാം. വിദേശ ടൂറ് നമുക്ക് പോകാൻ അർഹതയില്ല എന്ന് പറഞ്ഞിട്ട് അത് പുറത്തു പോലും പറയാതെ കൊണ്ട് നടക്കുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കണക്ട് ആവുന്ന ഒരു വ്യക്തിക്ക്, ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്ന വ്യക്തിക്ക് വർഷത്തിൽ 3 വിദേശ ടൂറുകൾ പോകാനുള്ള ഒരു അവസരം ഇതിലൂടെ തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. അതുപോലെ ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നുണ്ടാകും. എങ്ങനെയാണ്? നമുക്ക് ചുറ്റും ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്ന ഒട്ടനവധി വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും അല്ലെ. നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരിക്കാം, ആ ഒരു വ്യക്തിയെ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ആഗ്രഹം ഉണ്ടായിരിക്കാം, പക്ഷെ നമുക്ക് സാധിക്കില്ല. എന്താണ് കാരണം? ഇന്ന് എന്തിനും ഏതിനും എക്സ്പെൻസ് എല്ലാം വളരെയധികം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളും ജീവിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തൊരു ബന്ധുവാണെങ്കിൽ പോലും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആ ഒരു വ്യക്തിയെ സഹായിക്കുക എന്നത് നമുക്ക് സാധ്യമല്ല. കാരണം നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളുമായി നമ്മളും ഒരുപാട് തിരക്കിലാണ്. എന്തിനും ഏതിനും എക്സ്പെൻസ് എല്ലാം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയെ സഹായിക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. ഈ ഒരു പ്രൊജക്ട് അവരിലേക്ക് കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കാൻ, അവരുടെ ലൈഫിലും ഒരു മാറ്റം സൃഷ്ടിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ഇന്ത്യൻ കമ്പനിയിൽ നിന്നാണ്. 2004 ഡൽഹി ബേസ്ഡ് പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വെറും 10 പ്രോഡക്റ്റും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടറും മാത്രമാണ് ഈ ഒരു കമ്പനിക്ക് ഉണ്ടായിരുന്നത്. 2025 ജൂൺ 2 വന്നപ്പോൾ 21 വർഷം വലിയൊരു സക്സസോട് കൂടി പൂർത്തീകരിച്ച ഈ ഒരു കമ്പനിക്ക് ഇന്ന് നിലവിൽ 450ഓളം ഓൺ പ്രോഡക്റ്റുകൾ, 5000-ലേറെ ഓഫീസുകൾ, 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടറും കമ്പനിക്ക് സ്വന്തമായിട്ടുണ്ട്. ഇതിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്.
ഡൽഹിയിലാണ് ഹെഡ് ഓഫീസ് വരുന്നത്. അതുപോലെ എറണാകുളത്താണ് ഇതിന്റെ ബ്രാഞ്ച് ഓഫീസ് വരുന്നത്. ഇതിലെ ഫൗണ്ടേഴ്സ് ആണ് മിസ്റ്റർ ഗൗതം ബാലി സർ, അതുപോലെ കൺവർബിൻ സർ, ദീപക് സൂഡ് സർ. ഈ 3 മാനേജിംഗ് ഡയറക്ടേഴ്സിന്റെ വിഷനുമാണ് വെസ്റ്റീജ് കമ്പനി. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ സഹായിക്കുക, അതുപോലെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ തന്നെ ഒരു ആഗോള തലത്തിലേക്ക് വളർന്നുകൊണ്ട് ഒരു മാനദണ്ഡമായി മാറുക എന്നതൊക്കെയാണ് ഇവരുടെ വിഷനും മിഷനും. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ ഒന്നാണ്. വേൾഡിൽ എടുത്തു നോക്കുകയാണെങ്കിൽ 38ാമത്തെ പൊസിഷനിലാണ് നമ്മുടെ കമ്പനി ഉള്ളത്. ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്റർനാഷണൽ രാജ്യങ്ങളായിട്ടുള്ള UAE, സൗദി അറേബ്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, ഗാന, ഐവറി കോസ്റ്റ് ആൻഡ് ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലെല്ലാം നിലവിൽ കമ്പനി റൺ ചെയ്തു വരുന്നു. ഇനിയും 30ഓളം രാജ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് വെസ്റ്റീജ്. ഓക്കെ, ഒരുപാട് അവാർഡ്സ് ആൻഡ് റെക്കഗ്നേഷൻ ഈ ഒരു കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഗ്ലോബൽ 100 അവാർഡ് ലഭിച്ചിട്ടുണ്ട്, അതുപോലെ ബെസ്റ്റ് കമ്പനിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്, ഗ്രേറ്റ് പ്ലേസ് വർക്കിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രൊഡക്റ്റ് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സ്റ്റെൻസീവ് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ്, വിപുലമായിട്ടുള്ള ഒരു ശ്രേണി തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. അതുപോലെ അഫോർഡബിൾ പ്രൈസിലാണ്, ഏതൊരു സാധാരണക്കാരനും താങ്ങാനാവുന്ന വിലയിലാണ് നമ്മുടെ വെസ്റ്റീജിലും പ്രോഡക്റ്റുകൾ നമുക്ക് ലഭിക്കുന്നത്. ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നു. നമ്മുടെ രാജ്യത്തൊന്നും മറ്റൊരു രാജ്യത്തിന് വേറെ ക്വാളിറ്റി അങ്ങനെയല്ല, എല്ലായിടത്തും ഒരേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് പ്രോഡക്റ്റുകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ മണി ബാക്ക് ഗ്യാരണ്ടി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് നമ്മുടെ തൊട്ടടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ പോയി മേടിക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമ്മളത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ എടുക്കുവോ? ഇല്ല, അത് നമ്മൾ പുറത്തേക്ക് അത് ഒഴിവാക്കേണ്ടി വരും, നമുക്ക് ആവശ്യമില്ലെങ്കിൽ അല്ലെ. നമുക്ക് ഈ ഒരു വെസ്റ്റീജ് കമ്പനിയിൽ മണി ബാക്ക് ഗ്യാരണ്ടി 100% കമ്പനി നമുക്ക് അഷ്വർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ പ്രൊഡക്റ്റിന്റെ കാറ്റഗറി നമുക്ക് നോക്കുകയാണെങ്കിൽ വെസ്റ്റീജ് പ്രൈം 16 കാറ്റഗറികളിലായിട്ടാണ് ഈ പ്രോഡക്റ്റിനെ തരംതിരിച്ചിരിക്കുന്നത്. വെസ്റ്റീജ് പ്രൈം, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, പ്രോ ഹെയർട്ട്, ഫിറ്റ്നസ് ഡയറ്റ്, ഗ്ലിസമിക് ഹെൽത്ത്, അതുപോലെ ജോയിന്റ്സ് ആൻഡ് ബോൺസ് ഹെൽത്ത്, ഡിക്ടോസ് റെജുനേഷൻ, വുമൻസ് ഹെൽത്ത്, ഐഷ് ആൻഡ് ഹെൽത്ത് ഫുഡ്, ബ്യൂട്ടി, പേഴ്സണൽ കെയർ പ്രോഡക്റ്റ്, സ്കിൻ കെയർ പ്രോഡക്റ്റ്, കളർ കോസ്മെറ്റിക്സ്, പേഴ്സണൽ കെയർ, അഗ്രികൾച്ചർ, എയർ വാട്ടർ പ്യൂരിഫയർ ആൻഡ് മെനി മോർ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്കറിയാം ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന്, വെള്ളത്തിൽ നിന്നൊന്നും കിട്ടാത്ത വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അഡീഷണൽ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒട്ടനവധി പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. നമ്മളൊക്കെ ഇന്ന് രോഗം വന്നതിന് ശേഷമാണ് ചികിത്സിക്കുന്നത് അല്ലെ. നമ്മുടെ ആരോഗ്യത്തെ രോഗം വരാതെ സംരക്ഷിക്കാനുള്ള വലിയൊരു സൊല്യൂഷൻ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിരുന്നു അല്ലെ. ആ ഒരു സൊല്യൂഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓരോ കാറ്റഗറിയിലായിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റിനെ തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത് ജോൺസ് ആൻഡ് ബോൺസ് ഹെൽത്ത് ആണ്. നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ബലത്തിനും അത് പ്രൊട്ടക്ഷനും ഒക്കെ സഹായിക്കുന്ന കുറച്ച് പ്രോഡക്റ്റുകളാണ്. കാൽസ്യം എന്ന് ഏത് പ്രായക്കാർക്കും വളരെ അത്യാവശ്യമാണ്. ഏറ്റവും കൂടുതൽ കാൽസ്യം ആവശ്യമായി വരുന്നത് സ്ത്രീകളിലാണ്. അതുപോലെ പിന്നെ ഗ്ലിസമിക് ഹെൽത്ത്, ഗ്ലൂക്കോസെമിൻ, നമുക്കറിയാം ഇന്ന് എല്ലുകളുടെയും എല്ലുകളുടെയൊക്കെ സ്മൂത്ത് മൂവ്മെന്റിനൊക്കെ സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണിത്. ചില ആളുകൾ പറയുന്നത് നിങ്ങൾ കേൾക്കാറുണ്ടോ, 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മുട്ടുവേദന, എല്ല് തേയ്മാനം, പിന്നെ ജോയിന്റ് പെയിൻ, ഇതൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുമല്ലേ. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ എല്ലുകൾക്കിടയിൽ ഒരു ഗ്രീസിംഗ് ഫ്ലൂയിഡ് ഉണ്ട്, സൈനോവിൽ ഫ്ലൂയിഡ്. അത് കുറയുമ്പോഴാണ് ഈ ഒരു പെയിൻ അവർക്ക് അനുഭവപ്പെടാറുള്ളത്. ഇതിനെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ ഗ്ലിസമിക് ഹെൽത്തിലേക്ക് വരുമ്പോൾ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ചധികം പ്രോഡക്റ്റുകളാണ്. ഷുഗർ വരാതെ നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും ഷുഗർ ഉള്ള വ്യക്തികൾക്ക് കഴിക്കാനും പറ്റിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നീം, ആര്യവേപ്പിന്റെ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള നീം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റിവ്യ, മധുര തുളസിയിൽ നിന്നെടുത്തിട്ടുള്ള സ്റ്റിവ്യ ഒരു ഷുഗർ റീപ്ലേസ്മെന്റ് ആണ്. അതുപോലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്, നമുക്കറിയാം സ്പൈറുലിന ഒരു കടൽപ്പായലാണ്. നാസ ഇതിനെ ഹെൽത്ത് ഫുഡായിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ നോനി ഒരു പവർഫുൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. വേദന സംഹാരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ ഷുഗർ, ക്യാൻസർ, ഇങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ്. അതുപോലെ അലോവേര ഒരു മിറാക്കിൾ പ്ലാന്റ് തന്നെയാണ്. നമുക്ക് ഇവിടെ കിട്ടുന്നത് ടാബ്ലറ്റ് രൂപത്തിലാണ്. നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ ഉപയോഗിക്കുന്നു. pH ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കിഡ്നി, ലിവറിന്റെയൊക്കെ ആരോഗ്യ സംരക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് ആണ്. അതുപോലെ അംല, പനി, ജലദോഷം എന്നിവയ്ക്കൊക്കെ ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നെല്ലിക്കയുടെ എക്സ്ട്രാക്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. അതുപോലെ വെസ്റ്റീജ് പ്രൈമിലേക്ക് വരുമ്പോൾ സീബക്തോൺ, ദ വണ്ടർ ബെറി. സീബക്തോൺ ഹിമാലയ മലനിരകളിൽ കാണപ്പെടുന്ന ഒരു ബെറിയാണിത്. നമുക്ക് ഈ
ഈ ഒരു പ്രോഡക്റ്റിൽ ഒരുപാട് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. ആന്റി ഏജിനാണ്, ആന്റി ഡിസീസ് ആണ്, ആന്റി ക്യാൻസർ ആണ്. ഇതുകൂടാതെ നമ്മുടെ omega-3, 6, 7, 9 അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുടി മുതൽ നമ്മുടെ നഖം വരെയുള്ള ആരോഗ്യത്തെ മുടി മുതൽ നഖം വരെ നമുക്ക് ഹെൽത്തി ആയിട്ട് സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ ഡിക്ടോസ് റെജുനേഷനിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, വെള്ളത്തിൽ നിന്നൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരുപാട് ടോക്സിൻ അടിഞ്ഞുകൂടാറുണ്ട്. അതിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ ഈ ഒരു കാറ്റഗറിയിലുണ്ട്. ഫുഡ് പാച്ച് നമ്മുടെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് നമ്മുടെ കാലിന്റെ അടിയിൽ ഒരു പാച്ച് നമ്മൾ ഒട്ടിച്ച് കിടക്കുകയാണെങ്കിൽ ടോക്സിൻ റിമൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുപോലെ ഐസപ്പോർട്ട് എടുത്തു പറയേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അല്ലെ. നമ്മളൊക്കെ ഇന്ന് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഫോണിലാണ്, കമ്പ്യൂട്ടറിന്റെ മുന്നിലാണ്, ലാപ്ടോപ്പിലൊക്കെയാണ്. കൂടുതൽ ആളുകൾ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ ഒരു കണ്ണിന് ഒരു ഇറിറ്റേഷൻ അനുഭവപ്പെടാറുണ്ട്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ, അതുപോലെ ഇച്ചിങ്, ചൊറിച്ചില്, വണ്ടി ഓടിക്കുമ്പോൾ ക്ലെയർ അടിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കണ്ണിന് ഉണ്ടാവാറുണ്ട്. ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ 99% റിസൾട്ടും കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഐസപ്പോർട്ട്. അതുപോലെ ഫിറ്റ്നസ് ഡയറ്റ്, ഇതിൽ പ്രോട്ടീൻ പൗഡർ, വെസ്ലിം ടീ, വെസ്ലിം ഷേക്ക്, അതുപോലെ വെസ്ലിം ക്യാപ്സൂള്, വെയിറ്റ് മാനേജ്മെന്റിന് ഒരു പവർഫുൾ കോമ്പിനേഷൻ ആയിട്ടുള്ള കുറച്ചധികം പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ വുമൻസ് ഹെൽത്ത്, എന്തുകൊണ്ടും സ്ത്രീകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള കുറച്ചധികം പ്രോഡക്റ്റുകൾ തന്നെ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. യു കൺട്രോള്, അതുപോലെ ടാൻബെറി എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ സ്ത്രീകളുടെ എല്ലാ അസുഖങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്റ്റുകളാണ്. അതുപോലെ പ്രോ ഹെൽത്തിലേക്ക് വരുമ്പോൾ ഫ്ലാക്സ് ഓയിൽ നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഈ ഫ്ലാക്സ് ഓയിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാകും. ഇത് omega-3 അടങ്ങിയിട്ടുള്ള ഒരു ചെറുചണ എന്ന ചെടിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഓയിലാണ്. നമുക്ക് ക്യാപ്സൂൾ രൂപത്തിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ വൈറ്റമിൻ ഇ, omega-3, 6, ആൽഫ ലൈനോണിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം എന്താ പറയാ ഹൃദയത്തിന്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് ഈ ഒരു ഫ്ലാക്സ് ഓയിൽ, എല്ലാർജിൻ, ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ ആയുർവേദത്തിന്റെ 100% ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കുറച്ചധികം പ്രോഡക്റ്റുകൾ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് ഫുഡിലേക്ക് വരികയാണെങ്കിൽ സെറ്റ ടീ, കോഫി പൗഡർ, അതുപോലെ റൈസ് ബ്രാൻ ഓയിൽ, നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോക്കനട്ട് ഓയിലിനൊക്കെ വളരെ അധികം വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഓയിലാണ് നമ്മൾ ഇന്ന് നിലവിൽ വാങ്ങി ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ ഫിസിക്കലി റിഫൈൻ ചെയ്തെടുത്ത omega-3, 6 അടങ്ങിയിട്ടുള്ള തവിടെണ്ണ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്ക് ബാർ, അതുപോലെ ന്യൂട്രീഷണൽ ബ്രേക്ക്ഫാസ്റ്റ്. സ്പ്രേ സെക്ഷനിലേക്ക് വരുമ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്നുണ്ടാവുന്ന ക്ഷീണം, തളർച്ച, അബോധാവസ്ഥ, ഇതിൽ നിന്നൊക്കെ വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്പ്രേ, നമുക്ക് നമ്മുടെ നാവിനടിയിൽ അടിച്ചു കൊടുക്കുന്ന സ്പ്രേ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഓറൽ കെയറിലേക്ക് വരുമ്പോൾ 3 തരത്തിലുള്ള പേസ്റ്റ് ആൻഡ് മൗത്ത് വാഷ് ആൻഡ് ബ്രഷ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ പേഴ്സണൽ കെയറിലേക്ക് വരുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഹെയർ ഓയിൽ, ഷാമ്പൂ, അതുപോലെ നമ്മുടെ ഹാൻഡ് ആൻഡ് ബോഡി ലോഷന്, ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ക്രീം, ഇതൊക്കെ നമുക്ക് ഈ ഒരു ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ നാച്ചുറൽ പേഴ്സണൽ കെയറിലേക്ക് വരുമ്പോൾ പപ്പായ സ്ക്രബ്, മഡ് മാസ്ക്, അതുപോലെ ചാർക്കോൾ ഫീലോസ് മാസ്ക് എന്നിങ്ങനെയുള്ള കുറച്ചധികം നാച്ചുറൽ പ്രോഡക്റ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ മാച്ച് ഡ്രൈവിലേക്ക് വരുമ്പോൾ വണ്ടിയുടെ എഞ്ചിൻ എഫിഷ്യൻസി കൂട്ടാനുള്ള എഞ്ചിൻ ഓയിൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ ഹൈ ബെസ്റ്റിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റുകളാണ് നമ്മുടെ ഹോം കെയർ പ്രോഡക്റ്റുകൾ അല്ലെ. നമ്മുടെ ഡിഷ് വാഷ്, അതുപോലെ വാഷിംഗ് മെഷീൻ ലിക്വിഡ്, ഫ്ലോർ ക്ലീനർ, ബാത്റൂം ക്ലീനർ, അതുപോലെ ഡിറ്റർജന്റ് പൗഡർ, അങ്ങനെ ഒട്ടനവധി പ്രോഡക്റ്റുകൾ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ട്രൂമനിലേക്ക് വരുമ്പോൾ ജെൻസിന്റെ സൗന്ദര്യം സംരക്ഷിക്കാനുള്ള ഫേസ് വാഷ് ആൻഡ് സോപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ വെല്ലിനോയിലേക്ക് വരുമ്പോൾ കളർ കോസ്മെറ്റിക്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ മിസ്ട്രൽ ഓഫ് മിലാനിലേക്ക് വരുമ്പോൾ കാജല്, അതുപോലെ ലിപ്സ്റ്റിക് എന്നിങ്ങനെയുള്ള കുറച്ചധികം ബ്യൂട്ടി പ്രോഡക്റ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്കിൻ ഫോർമുല 9ലേക്ക് വരുമ്പോൾ കണ്ണിനടിയിലുള്ള കറുപ്പ് നിറം മാറ്റുവാനുള്ള അണ്ടർ ഐ സിറം, അതുപോലെ ഡീപ്പായിട്ടുള്ള മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ, അതുപോലെ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടുകളൊക്കെ മാറ്റുവാനുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ, ബ്ലെമിഷ് ജെൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ അഗ്രി പ്രോഡക്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ മണ്ണിന്റെ ബലപുഷ്ടി ഒട്ടും കുറയാതെ തന്നെ ചിലവ് ചുരുക്കിക്കൊണ്ട് വിളവ് കൂട്ടിയെടുക്കാൻ പറ്റിയ ഒട്ടനവധി അഗ്രി പ്രോഡക്റ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ വാട്ടർ പ്യൂരിഫയറിലേക്ക് വരുമ്പോൾ നമുക്ക് വാട്ടർ പ്യൂരിഫയർ 2 തരത്തിലുള്ളത്, അതുപോലെ എയർ പ്യൂരിഫയർ എന്നിങ്ങനെയുള്ള 2 ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്.
ഓക്കെ, ഞാൻ ഒരുപാട് പ്രോഡക്റ്റുകൾ ഞാനിവിടെ പരിചയപ്പെടുത്തി. ഇതെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മളെല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടാവുക അല്ലെ. ഒരു കമ്പനി ഉൽപ്പാദിപ്പിച്ച പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഇടനിലക്കാരും പരസ്യക്കാരും ഒക്കെ വഴിയാണ്. ഈ ഒരു സ്ക്രീനിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ, ഏറ്റവും താഴെയാണ് റീറ്റെയിൽ ഷോപ്പ് കിടക്കുന്നത്. അതിന് മുകളിൽ ഹോൾസെയിലറിന്റെ, സ്റ്റോക്കിസ്റ്റ് ഉണ്ട്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഉണ്ട്, C&F ഏജന്റ് ഉണ്ട്. ഇത്രയും വ്യക്തികളുടെ കൈകൾ മറിഞ്ഞിട്ടാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റുകളും നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇതുകൂടാതെ ഇതിന്റെ ഇടയ്ക്ക് പരസ്യക്കാരും ഉണ്ടാവില്ലേ, സെലിബ്രിറ്റീസ് പരസ്യം ചെയ്യുന്നു. ഓരോ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റിന്റെ പരസ്യം സെലിബ്രിറ്റീസ് നമ്മൾക്ക് മുന്നിൽ ചെയ്യുന്നു. നമ്മളത് TV ചാനൽ വഴിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അത് കണ്ടിട്ടാണ് നമ്മൾ പോയി മേടിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ബൂസ്റ്റിന്റെ പരസ്യം ചെയ്യുന്നത് ആരാണ്? സച്ചിനാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? ബൂസ്റ്റ് ഈസ് സീക്രട്ട് ഓഫ് മൈ എനർജി. തീർച്ചയായിട്ടും ആ ഒരു ബൂസ്റ്റിന്റെ ആ പരസ്യത്തിൽ പറയുന്ന ഒരു വേർഡ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബൂസ്റ്റ് കഴിക്കാതെയാണ് അദ്ദേഹം എനർജിയുടെ രഹസ്യം പറയുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ മാർക്കറ്റിംഗ് എക്സ്പെൻസിന് വേണ്ടി കമ്പനി 60% തുക മാറ്റി വെച്ചിരിക്കുന്നു. ഒരു കമ്പനിക്ക് ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വരുന്നത് വെറും 40% തുകയാണ്. നമ്മൾ തികച്ചും 100 രൂപ കൊടുത്തിട്ടാണ് ആ പ്രോഡക്റ്റ് മേടിക്കുന്നത് അല്ലെ. 60% തുക പോകുന്നത് എവിടേക്കാണ്? ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടിയിട്ടാണ് ആ ഒരു 60% തുക പോകുന്നത്. നമ്മളിലൂടെയാണ് ഈ ഇടനിലക്കാരും പരസ്യക്കാരും ഇന്ന് റിച്ച് ആൻഡ് ഫേമസ് ലൈഫ് ആസ്വദിക്കുന്നത്. മാർക്കറ്റിംഗ് എക്സ്പെൻസിന് വേണ്ടി കമ്പനി 60% മാറ്റിവെക്കുന്നു, ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്നു. അത് നിത്യവും വാങ്ങി ഉപയോഗിക്കുന്ന നമ്മൾക്ക് ഇവിടെ ഒരു ബെനിഫിറ്റും നമുക്ക് ലഭിക്കുന്നില്ല. ഇവിടെ കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ട്, ഇവിടെ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും ഒക്കെ ഇവിടെ ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് മാത്രം വാങ്ങി ഉപയോഗിക്കുന്ന ഒരു കൺസ്യൂമർ ആയിട്ടുള്ള നമുക്ക് യാതൊരുവിധ ബെനിഫിറ്റും നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നില്ല. എങ്കിൽ ഈ ഒരു 60% തുകയിലൂടെ നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ, നമുക്ക് റിച്ച് ആൻഡ് ഫേമസ് ലൈഫ് ആസ്വദിക്കാൻ, നമുക്കൊരു സെലിബ്രിറ്റി ആയി മാറാനുള്ള ഒരവസരമാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും, ഇവിടെ ഇടനിലക്കാരോ പരസ്യക്കാരോ ആരും തന്നെയില്ല. ഇവരെല്ലാം കമ്പനി പാടെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഇവിടെ വരുന്നില്ല. അതേ 60% തുക കൺസ്യൂമർ ആയിട്ടുള്ള നമ്മളിലേക്ക് കമ്പനി വീതിച്ചു തരുന്ന ഒരു മെത്തേഡിനെയാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. എങ്കിൽ ഇതിന്റെ ഒരു ഭാഗമാവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തിയാൽ നമ്മുടെ ലൈഫിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഈ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ആരാണോ? ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് എന്താണ്? ട്രഡീഷണൽ സെല്ലിംഗ് മെത്തേഡാണ്. അതിനെ ഒന്ന് മാറ്റി വെസ്റ്റീജിലേക്ക് നമ്മളൊന്ന് മാറി വെസ്റ്റീജിലുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാവും. ഈ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സ്പോൺസർ ചെയ്ത ഒരു വ്യക്തി ഉണ്ടാവും. ആ ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ച് കമ്പനിയോടൊപ്പം രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഭാഗമാകാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടാകും. നമ്മൾ ഇതിനൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കുമ്പോൾ 9 ടൈപ്പ് ഇൻകം കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. സേവിങ്സ് ഓർ കൺസപ്ഷൻ 10 to 20%, അതുപോലെ പെർഫോമൻസ് ബോണസ് 5 to 60%, ബ്രോൺസ് ഡയറക്ടർ ബോണസ് 15%, അതുപോലെ ടീം ബിൽഡിംഗ് ബോണസ് 3%, ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് 18%, ട്രാവൽ ഫണ്ട് 3%, കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%, എലൈറ്റ് ക്ലബ് ബോണസ് 2%. ഇങ്ങനെ 9 തരത്തിലുള്ള വരുമാനങ്ങളായിട്ട് ഒരു ബിസിനസ് ആയിട്ട് നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. ഒരു കൺസ്യൂമറായി നിൽക്കുമ്പോൾ പോലും നമുക്ക് ബെനിഫിറ്റ് ആണുള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. MRP 10 to 20 ഓഫർ. MRP പ്രൈസിൽ നിന്ന് നമുക്ക് 10 മുതൽ 35% വരെ ഓഫിലാണ് നമുക്ക് ഓരോ പ്രോഡക്റ്റുകളും കമ്പനി നമുക്ക് നൽകുന്നത്. അതുപോലെ റീപർച്ചേസിംഗ് ഓഫർ അപ് ടു 10%. ഓരോ പർച്ചേസിലും നമുക്ക് 10% ഫ്രീ പ്രോഡക്റ്റ് കമ്പനി നൽകുന്നുണ്ട്. അതുപോലെ ക്യാഷ് ബാക്ക് 5 to 60%. നമുക്കറിയാം, നമ്മള് സ്റ്റാർട്ടിങ്ങിൽ 5%-ത്തിലായിരിക്കാം, പിന്നീട് അത് 8, 12, 16 എന്നിങ്ങനെ പൊസിഷനിലേക്ക് നമ്മൾ മാറുന്നുണ്ടാകും. നമ്മൾ നെറ്റ്വർക്കിൽ നടന്ന ബിസിനസ് വോളിയത്തിനനുസരിച്ചുള്ള ആ ഒരു ഇൻകം കമ്പനി നമുക്ക് എല്ലാ മാസവും, ഒരു ക്യാഷ് ബാക്ക് കമ്പനി നമുക്ക് എല്ലാ മാസവും 10-ാം തീയതി നമുക്ക് നൽകുന്നുണ്ടാകും. അതുപോലെ മണി ബാക്ക് ഗ്യാരണ്ടി 100%. ഞാൻ ആദ്യമേ പറഞ്ഞു, മണി ബാക്ക് ഗ്യാരണ്ടി കമ്പനി നമുക്ക് അഷ്വർ ചെയ്യുന്നുണ്ട് എന്ന്. കമ്പനിക്ക് 450ഓളം പ്രോഡക്റ്റുകളാണ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു, നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതിന്റെ കാരണസഹിതം വ്യക്തമാക്കിയിട്ട് കമ്പനിക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ 100% മണി ബാക്ക് ഗ്യാരണ്ടി കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. 21 വർഷം വലിയൊരു സക്സസോട് കൂടി പൂർത്തീകരിച്ചിട്ടും ഇന്ന് വരെ ഒരു പ്രൊഡക്റ്റ് പോലും ഒരാൾക്കും തിരിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. 5 കോടിയിലധികം ആളുകൾ ഈ ഒരു കമ്പനിയോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അതുപോലെ കൺസിസ്റ്റൻസി ഓഫർ മറ്റൊരു പ്രത്യേകതയാണ്. നമ്മളൊരു സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആയിരിക്കുക. നിലവിൽ നമ്മൾ സ്ഥിരതയുള്ള കസ്റ്റമർ തന്നെയാണ് അല്ലെ. നമുക്ക് വേണ്ടുന്ന ഒട്ടനവധി പ്രോഡക്റ്റുകൾ, വ്യത്യസ്തമായിട്ടുള്ള ഒട്ടനവധി പ്രോഡക്റ്റുകൾ നമ്മൾ പല കമ്പനികളുടെയും വാങ്ങുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു. നമുക്ക് എവിടെയെങ്കിലും ഒരു ലാഭമോ ഒരു വരുമാന മാർഗമോ എവിടെയെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടോ? ഒരു കൺസ്യൂമർ എന്ന നിലക്ക് നമ്മൾ കൺസ്യൂമർ ആയിട്ട് ജീവിക്കുന്നു, കൺസ്യൂമർ ആയിട്ട് തന്നെ നമ്മൾ മരിക്കുന്നു. നമ്മൾ ഇക്കാലം വരെ നമ്മൾ ഓരോ പ്രോഡക്റ്റുകളും പുറത്തുള്ള ഷോപ്പുകളിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ട്. നമുക്ക് എവിടെയും ഒരു കൺസ്യൂമർ എന്ന നിലക്ക് ഒരു ബെനിഫിറ്റും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അല്ലെ. എങ്കിൽ വെസ്റ്റീജ് കമ്പനിയുടെ ഒരു കൺസ്യൂമർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് നമുക്ക് നോക്കാം. ഒരു സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? നമ്മൾ 4 മാസം അടുപ്പിച്ചിട്ട് നമ്മൾ 100 പോയിന്റ് വാല്യൂവിന് വരുന്ന പ്രോഡക്റ്റ് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് നമ്മൾ 4 മാസം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 5ാമത്തെ മാസം കമ്പനി നമുക്ക് 2515 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നൽകുന്നുണ്ട്. ഇതൊരു ജോയിനിങ് സ്കീം അല്ല, വൺ ടൈം ഓഫർ അല്ല. എത്ര കാലം വെസ്റ്റീജ് കമ്പനിയുടെ ഒരു സ്ഥിരതയുള്ള ഒരു കസ്റ്റമർ ആവാൻ നമുക്ക് സാധിക്കുന്നുവോ അത്രയും കാലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഫറാണിത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മളെ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കൊരു സ്പോൺസർ ഉണ്ടായിരിക്കുമല്ലേ, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും. വെസ്റ്റീജ് കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും. വിന്നിംഗ് ടീം എന്ന ഹയർ എഡ്യൂക്കേഷണൽ സിസ്റ്റം തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും. പെർഫോമൻസ് ബോണസ് 5 to 60%. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോ ഈ ഒരു കമ്പനിയോടൊപ്പം രജിസ്റ്റർ ചെയ്തു. നമ്മൾ ഒരു പോയിന്റ് വാല്യൂവിനുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ, അതായത് ഒരു 30 രൂപയ്ക്കുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 1 പോയിന്റ് ആണ്. അപ്പൊ നമ്മൾ 5%. നമ്മൾ 600 പോയിന്റ് വാല്യൂവിനുള്ള പ്രോഡക്റ്റ്, അതും നമ്മളും നമ്മുടെ ടീമും കൂടി ഈ 18,000 രൂപയുടെ ബിസിനസ് കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ 8% എന്ന ലെവലിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ 2,400 പോയിന്റ് 72,000 രൂപയുടെ ബിസിനസ് കമ്പനിക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ 12% എന്ന ലെവൽ അച്ചീവ് ചെയ്യുന്നുണ്ടാകും. അതുപോലെ 5,500 പോയിന്റ് വാല്യൂ, അതായത് 1,65,000 രൂപയുടെ ബിസിനസ് നമ്മളും നമ്മുടെ ടീമും കൂടി കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ 16% എന്ന ലെവൽ അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഇത് സിംഗിൾ മന്തിലെ 8% ആവാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് സിംഗിൾ മന്തിലെ ഒരു 300 പോയിന്റ് വാല്യൂ നമ്മളും നമ്മുടെ ടീമിൽ നടന്ന ബിസിനസ് വോളിയം അനുസരിച്ച് നമുക്കൊരു 300 പോയിന്റ് നമ്മൾ നേടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫാസ്റ്റ് ആയിട്ട് 8% ലെവൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകും. അതുപോലെ സിംഗിൾ മന്തിൽ തന്നെ നമ്മൾ 4,500 പോയിന്റ് വാല്യൂ നമ്മളും നമ്മുടെ ടീമിലും കൂടെ 4,500 പോയിന്റ് വോളിയം നമുക്ക് കയറുമ്പോൾ നമ്മൾ കമ്പനിയുടെ ഫസ്റ്റ് ലെവലായിട്ടുള്ള ബ്രോൺസ് ഡയറക്ടർ എന്ന ലെവലിൽ അച്ചീവ് ചെയ്യാൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. ഓക്കെ, നമ്മൾ ബ്രോൺസ് ആവുന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല ബ്രോൺസ് ആവുന്നത്, നമ്മളും നമ്മുടെ കൂടെ വന്ന 6 വ്യക്തികളിലൂടെ നടന്ന ബിസിനസ് വോളിയം അനുസരിച്ച് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ എന്ന ലെവൽ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. നമ്മൾ ബ്രോൺസ് ആയി നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ എന്ന ലെവൽ അച്ചീവ് ചെയ്യിക്കുമ്പോൾ നമ്മൾ സിൽവർ ഡയറക്ടർ എന്ന പൊസിഷനിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടാകും. ഇവിടെയാണ് നമുക്ക് ട്രാവൽ ഫണ്ട് കമ്പനി നൽകുന്നത്. അതുപോലെ LOB ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബോണസ് 18% കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. നമ്മളെ കൂടെ വന്നിട്ടുള്ള 2 വ്യക്തികളെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ എന്ന ലെവൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ ഗോൾഡ് ഡയറക്ടർ എന്ന പൊസിഷനിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടാകും. അതുപോലെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള 3 വ്യക്തികളെ നമുക്ക് ബ്രോൺസ് ഡയറക്ടർ ആക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ സ്റ്റാർ ഡയറക്ടർ എന്ന ലെവൽ അച്ചീവ് ചെയ്യുന്നുണ്ടാകും. അവിടെയാണ് നമുക്ക് 5% കാർ ഫണ്ട് കമ്പനി നമുക്ക് വേണ്ടി നൽകുന്നത്. അതുപോലെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള 4 വ്യക്തികളെയാണ് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്നത് എങ്കിൽ നമ്മൾ ഡയമണ്ട് ഡയറക്ടർ എന്ന പൊസിഷനിലേക്ക് മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അവിടെ നമുക്ക് 2ാമത്തെ വിദേശ ടൂർ പോകാനുള്ള ഒരു അവസരം കമ്പനി നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ കൂടെ വന്നിട്ടുള്ള 6 വ്യക്തികളെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ നമുക്ക് ക്രൗൺ ഡയറക്ടർ എന്ന പൊസിഷനിലേക്ക് മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടാകും. അവിടെയാണ് നമുക്ക് 3% ഹൗസ് ഫണ്ട് കമ്പനി നമുക്ക് വേണ്ടി നൽകുന്നത്. നമ്മുടെ കൂടെ വന്നിട്ടുള്ള 8 പേരെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന പൊസിഷനിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടാകും. അതുപോലെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള 12 പേരെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ നമ്മൾ ഡബിൾ ക്രൗൺ ഡയറക്ടർ എന്ന പദവി നമുക്ക് ലഭിക്കുന്നുണ്ടാകും. അതുപോലെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള 16 പേരെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോൾ നമ്മൾ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന പൊസിഷനിലേക്ക് നമുക്ക് മാറാൻ സാധിക്കുന്നുണ്ടാകും. 8 മുതൽ 16 വ്യക്തികളെ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുമ്പോഴാണ് കമ്പനിയുടെ മൊത്തം ടേൺ ഓവറിന്റെ 2% കമ്പനി നമുക്ക് നൽകുന്നത്. ഓക്കെ,
കമ്പനിയുടെ ട്രാവൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും രാജ്യങ്ങൾ സഞ്ചരിക്കാനുള്ള ഒരു അവസരം കമ്പനി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ കമ്പനിയുടെ കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വപ്നത്തിലുള്ള വാഹനങ്ങൾ ഒന്നല്ല എത്ര വേണമെങ്കിലും സ്വന്തമാക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ കമ്പനിയുടെ ഹൗസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു ഭവനം തന്നെ നിർമ്മിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. നമ്മുടെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന 3 വലിയ ഇൻഡസ്ട്രികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റ് നെറ്റ്വർക്ക് ക്രിയേഷൻ ആണ്. നമ്മുടെ നെറ്റ്വർക്ക് എത്രത്തോളം എക്സ്പാൻഡ് ആവുന്നു അതിനനുസരിച്ച് ഒരു വരുമാനം ഏൺ ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്നുണ്ടാകും. അതുപോലെ വെൽനസ്, നമ്മുടെ ആരോഗ്യ സൗഖ്യത്തോടു കൂടി ജീവിക്കാനുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്ന ഒരു മേഖലയാണ് വെൽനസ്. ഇതൊരു $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ്. ദ വെൽനസ് റെവല്യൂഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പുസ്തകമാണ്. ഈ ഒരു പുസ്തകത്തിലാണ് അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള പോൾസ് ആൻഡ് പിൽസർ എഴുതിയിരിക്കുന്നത്. 40 വർഷങ്ങൾക്ക് മുമ്പേ IT പ്രവേശിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ ഒരു പുസ്തകത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ റെവല്യൂഷൻ സൃഷ്ടിക്കാൻ പോകുന്നത് വെൽനസ് യുഗം ആയിരിക്കുമെന്ന്. തീർച്ചയായിട്ടും ഇന്ന് വെൽനസിന്റെ കാലഘട്ടം തന്നെയാണ്. നമുക്കറിയാം ജിമ്മ്, യോഗ, മെഡിറ്റേഷൻ, ഫുഡ് ഇൻഡസ്ട്രി, വാട്ടർ ഇൻഡസ്ട്രി ഇതെല്ലാം ഇന്ന് ഓൺലൈൻ വഴി ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അല്ലെ. പണ്ടൊക്കെ ഇത് ഉണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. അതുപോലെ ഇ കൊമേഴ്സ് മെത്തേഡിലൂടെ ഫ്ലിപ്കാർട്ട്, മീഷോ ഒക്കെ നമ്മൾ ദിനംപ്രതി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഒരു ഡ്രസ്സാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് അത് എത്തുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു കളറായിരിക്കില്ല, സൈസിലായിരിക്കില്ല, അവിടെയും നമ്മൾ പറ്റിക്കപ്പെടുന്നു. അതിന്റെ ലാഭം കൊണ്ടുപോകുന്നത് അമേരിക്കൻ കമ്പനികളാണ്. എങ്കിൽ ഇ കൊമേഴ്സ് മെത്തേഡിലൂടെ തന്നെ നമ്മുടെ വെസ്റ്റീജിന്റെ സ്വന്തം ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വെസ്റ്റീജിന്റെ സ്വന്തം പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനും ബിസിനസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. നിങ്ങളിപ്പോൾ കറക്റ്റ് പ്ലേസിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നാളെ നിങ്ങളുടെ മക്കൾക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പ്രോജക്റ്റിനെ കുറിച്ചാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നല്ലൊരു തീരുമാനം എടുക്കാൻ ഇന്നിവിടെ ആദ്യമായിട്ട് ഈ ഒരു പ്ലാൻ കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങളെ മക്കൾക്ക് വേണ്ടി ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ റിച്ച് ആൻഡ് ഫേമസ് ലൈഫ് ആസ്വദിക്കാൻ നിങ്ങൾക്കും തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ടാകും. എനിക്ക് ഈ ഒരു പ്ലാൻ അവതരിപ്പിക്കാൻ ഇന്ന് അവസരം തന്നിട്ടുള്ള വിന്നിംഗ് ടീം, കേരളത്തിലെ വിന്നിംഗ് ടീം ലീഡേഴ്സിനോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇന്ന് പുതിയതായിട്ട് വന്നിട്ടുള്ളവരോട് പ്രത്യേകം പറയുന്നു നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വെൽക്കം ടു ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി at Vestige. Are you ready? Wish you well done. Thank you. Back to MC. താങ്ക് യു സോ മച്ച് മാം. ഇറ്റ്സ് ആൻ എക്സലന്റ് പ്രസന്റേഷൻ. വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബിസിനസ് എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. മാമിന് പ്രത്യേകം താങ്ക്സ്. മാമിനുള്ള താങ്ക്സ് നമുക്ക് ചാറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. തന്റെ പ്രൊഫഷനോടൊപ്പം തന്നെ ഈ ഒരു ബിസിനസിനെ മുറുകെ പിടിച്ചുകൊണ്ട് വളരെ കമ്മിറ്റഡ് ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്ത് സിൽവർ ഡയറക്ടർ വിത്ത് ട്രാവൽ ഫണ്ട് അച്ചീവർ ആയിട്ടുള്ള ഷംന മാമിന് ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് മാം. ഇനി ഈ ഒരു പ്രസന്റേഷനിലെ ഈ ഒരു സിഇഒയിലെ അടുത്ത ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സെഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതിന്റെ ക്ലോസിംഗ് സെഷൻ, ഈ ഒരു ക്ലോസിംഗ് സെഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് മിസ്റ്റർ വിമൽ കുമാർ സാറിനെയാണ്. സർ ബൈ പ്രൊഫഷൻ ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. ഈ ഒരു ബിസിനസിന്റെ സാധ്യതകളെ പറ്റിയും ഇതിന്റെ ഒരു സംക്ഷിപ്ത രൂപത്തെ കുറിച്ചിട്ടും സംസാരിക്കാനായിട്ട് സാറിനെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു. സർ പ്ലീസ് വെൽക്കം. താങ്ക് യു സുഷിത. ഗുഡ് മോർണിംഗ് ഓൾ. ഈവനിങ്ങിലാണെങ്കിലും നൈറ്റിലാണെങ്കിലും നമ്മൾ ആദ്യമായി കാണുമ്പോൾ നമ്മൾ പറയുന്നത് ഗുഡ് മോർണിംഗ് തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ചടുലമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ, ബിസിനസ് പ്രസന്റേഷൻ ഒരു ടീച്ചറിൽ നിന്ന് തന്നെ കേൾക്കുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല ശംസ മാഡം വളരെ എക്സലന്റ് ആയിട്ട് ഒരു പോയിന്റ് പോലും വിടാതെ ഇന്ന് പ്ലാറ്റ്ഫോമിൽ പുതിയതായിട്ട് വന്നൊരു വ്യക്തിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതിന് പ്രത്യേക കൺഗ്രാറ്റുലേഷൻസ് ടീച്ചർ. അതുപോലെ തന്നെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ആരുടെയെങ്കിലും ഒക്കെ ക്ഷണം സ്വീകരിച്ചിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ടോ റിലേറ്റീവോ ആരെങ്കിലും ആയിരിക്കാം, ചിലപ്പോൾ ഒരു അൺനോൺ പേഴ്സൺ തന്നെ ആയെന്ന് വരാം, നിങ്ങളെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയും ഉണ്ടായിരുന്നിരിക്കാം, എന്തായിരിക്കാം എന്നിൽ ആ വ്യക്തി കണ്ടെത്തിയ മഹത്തരം, എന്തുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു ഇൻവിറ്റേഷൻ തന്നത്. സോ ഒരുപക്ഷെ ഈ പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ അതിനുള്ള ഉത്തരവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ. ഇന്ന് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ലാസ്റ്റ് സ്ലൈഡിനകത്ത് മാഡം അതിനെ തന്നെ വളരെ ഊന്നൽ കൊടുത്ത് സംസാരിക്കുകയുണ്ടായി. കാലഘട്ടത്തിന്റെ ആവശ്യം എന്നോണം ഇന്ന് നമ്മൾ കാണുന്നത് എല്ലാവർക്കും ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ആവശ്യമാണെന്ന് തോന്നുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്, വിശേഷിച്ചും പോസ്റ്റ് കോവിഡ് സിനാരിയോ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഞാൻ പ്രൊഫഷൻ കൊണ്ട് ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണെങ്കിലും ഇന്ന് പാഷനേറ്റ്ലി വിന്നിംഗ് ടീമുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഞാൻ ഇനി പറയുന്നതും തമ്മിൽ നിങ്ങൾക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്നുണ്ടാവും. ഏത് പ്രൊഫഷനോ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള വ്യക്തി ആയിക്കോട്ടെ,
പോസ്റ്റ് കോവിഡ് സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളും ഞാനും എല്ലാവരും വളരെ ഫോർച്ചുനേറ്റ് ആണ്. നമ്മളെല്ലാം കോവിഡിനെ അതിജീവിച്ച് ജീവിക്കുന്നവരാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കുറച്ചുപേർ ആ ഒരു കാലഘട്ടത്തിൽ അപ്രത്യക്ഷരായി. ഒരുപക്ഷെ 2 വർഷം കൊണ്ട് 3 കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. കോവിഡ് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം, കോവിഡുമായിട്ട് മല്ലയുദ്ധം ചെയ്തിരുന്ന ഒരു കാലഘട്ടം, അതിനുശേഷം ഇന്ന് കോവിഡുമായിട്ട് താതാത്മ്യം പ്രാപിച്ചൊരു കാലഘട്ടം. കോവിഡ് ഇല്ലാന്നോ അല്ലെങ്കിൽ കോവിഡ് വരില്ലാന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും 1-2 കാര്യങ്ങളിൽ വളരെ വ്യക്തത ഉണ്ടായി. ഒന്നാമത്തെ കാര്യം, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഒരു മാൻഡേറ്ററി ആണ്. അതായത് ഒന്നിൽ കൂടുതൽ വരുമാന മാർഗങ്ങൾ ആവശ്യമാണെന്നൊരു തോന്നൽ ആളുകൾക്ക് മനസ്സിലായി. 2, ഡിജിറ്റൽ എന്നുള്ളത് ഒരാൾക്കും എഴുതി തള്ളാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം തന്നെ ഡിജിറ്റൽ യുഗത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പടിവാതിൽ വന്ന് നിൽക്കുന്നു, അല്ലെ? എന്തും ഏതും ഇന്ന് ഈ പറയുന്ന മേഖലകളിലൂടെയാണ് സ്വായത്തമാകുന്നത്. സത്യവും മിഥ്യയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പലതും നടക്കുന്നു. അപ്പൊ ഇവിടങ്ങളിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നാളിതുവരെ പലതും വന്നു പോയി, നമ്മളാരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മൾ അതിൽ പ്രത്യേകിച്ച് താല്പര്യം കാണിച്ചില്ല. ഒരു പക്ഷെ അതിനുള്ള ന്യായവാദങ്ങൾ നമുക്കുണ്ടാവാം. പ്രായം അങ്ങനെയായിരുന്നു, പക്വത ഇല്ലായിരുന്നു, ആരും വിളിച്ചു പറഞ്ഞില്ല. പക്ഷെ ഇന്ന് നിങ്ങളെ ഒരു ഞാൻ പ്രത്യേകിച്ചും വീണ്ടും സംസാരിക്കുന്നത് ആ പുതിയതായിട്ട് വന്നേക്കുന്ന വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ചുപേര് പ്ലാറ്റ്ഫോമിലുണ്ട് എന്നുള്ളത് മനസ്സിലായിക്കൊണ്ടാണ് അവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളെ ആ വ്യക്തി ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യേണ്ട പ്രധാന ഉദ്ദേശം തന്നെ, ഇനി നിങ്ങൾക്ക് ആ ഒരു എക്സ്ക്യൂസ് നഷ്ടപ്പെട്ടു. ഏത് എക്സ്ക്യൂസ്? ഞാൻ അറിഞ്ഞിരുന്നില്ല, ഇങ്ങനെയും ചില വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയും ചില എക്കണോമിക് റെവല്യൂഷൻസ് നടക്കുന്നതായിട്ട് എന്നോട് ആരും ഇതുവരെ പറഞ്ഞിരുന്നില്ല. ശരിയായിരിക്കാം, കഴിഞ്ഞ കാലഘട്ടത്തിൽ നടന്ന റെവല്യൂഷൻസ് നിങ്ങളെ ആരും പറഞ്ഞ് പഠിപ്പിച്ച് കാണത്തില്ല. എന്തായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും തന്നെ വരുന്ന മാറ്റങ്ങൾ, വരാവുന്ന മാറ്റങ്ങളെ പറ്റി അല്ല, കഴിഞ്ഞുപോയ മാറ്റങ്ങളെ പറ്റിയാണ് പഠിപ്പിക്കാറുള്ളത്. സോ വിന്നിംഗ് ടീം ആ ഒരു കാര്യത്തിലാണ് മറ്റേത് സ്ഥാപനങ്ങളെക്കാൾ, ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാ മാറ്റങ്ങളെയും നിങ്ങളുടെ മുമ്പിൽ സവിസ്തരം സോദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് ശേഷം നിങ്ങൾക്ക് അതിനകത്ത് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നും, അങ്ങനെ കണക്ട് ചെയ്യുന്ന വ്യക്തികൾ ഇതിലൂടെ എങ്ങനെ വിജയിക്കാമെന്നുള്ളതും, ആ വിജയം സുനിശ്ചിതവുമാക്കുന്ന ഒരു വണ്ടർഫുൾ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് വിന്നിംഗ് ടീം. അപ്പൊ നിങ്ങളെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തിൽ എത്തിക്കുക എന്നൊരു ദൗത്യമാണ് ആ വിളിച്ച വ്യക്തി ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കമ്പ്യൂട്ടർ ഒന്നും അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം, ഓട്ടോമൊബൈൽ റവല്യൂഷൻ, കമ്മ്യൂണിക്കേഷൻ റവല്യൂഷൻ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ എന്തായാലും നമ്മുടെ ചുറ്റും നടക്കുന്ന വെൽനസ് എന്ന് പറയുന്നത് $1 ട്രില്യൺ ഇൻഡസ്ട്രി അറിഞ്ഞില്ല എന്ന് നിങ്ങൾ ഇനി പറയാൻ പറ്റും. അറിഞ്ഞതിന് ശേഷം ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. വേണമെന്നും വേണ്ടാന്നും വെക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പക്ഷെ വേണമെന്ന് വെച്ചാൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നിങ്ങൾ നോക്കുക, വേണ്ടാന്ന് വെച്ചാൽ ഉണ്ടാകുന്ന ദോഷം എന്താണെന്ന് മനസ്സിലാക്കുക. സോ തീർച്ചയായിട്ടും ഡിജിറ്റൽ എന്ന് പറഞ്ഞ യുഗത്തിൽ വെൽനസ് എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രി, അതും വിന്നിംഗ് ടീം വെസ്റ്റീജ് എന്നുള്ളൊരു കോമ്പിനേഷനിലൂടെ നിങ്ങളിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തിക്ക് കോട്ടം തട്ടാതെ, നിങ്ങളൊരു പക്ഷെ വിദ്യാർത്ഥി ആവാം, എംപ്ലോയിയോ സെൽഫ് എംപ്ലോയി ആവാം, ഒരു പക്ഷെ വീട്ടമ്മയോ റിട്ടയർഡ് ഹാൻഡോ ആവാം. നിങ്ങൾ ഏത് തുറയിൽപ്പെടുന്ന ആളാണ് എന്നുള്ളതല്ല പ്രസക്തം, നിങ്ങൾക്ക് ഏത് ലെവലിലേക്ക് എത്തണം. അല്ലെങ്കിൽ അവിടെ വളരെ മനോഹരമായിട്ട് തന്നെ ടീച്ചർ ഋഷഭ മാഡം കാണിച്ചു തന്നു ഒരു എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ വരുന്നതിന്റെ ലിമിറ്റേഷൻസിനെ പറ്റി, ഒരു ആക്റ്റീവ് ഇൻകം സോണിൽ നിലനിൽക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളെ പറ്റി. സോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു പാസീവ് ഇൻകം സോണിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ, അതും ഗണ്യമായ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ റിസ്ക് ഫാക്ടേഴ്സ് പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ടൈം ആൻഡ് മണി ഫ്രീഡം ഒരുമിച്ച് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി പറഞ്ഞുതരാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു അവസരവും ഈ ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് കിട്ടിയത്. ഇനി സ്വാഭാവികമായിട്ടും നിങ്ങൾ എടുക്കേണ്ട 1-2 സ്റ്റെപ്പുകളുണ്ട്. ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഉണ്ടാവണം, ഇതിനകത്ത് ഇന്ന് പറഞ്ഞതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ വ്യക്തത നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ച വ്യക്തിയുമായിട്ട് ഇന്ന് രാത്രി തന്നെ ഡിസ്കസ് ചെയ്യണം, നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. അതിന് പൂർണ്ണമായും ക്ലാരിറ്റി ഉണ്ടാക്കിയ ശേഷം, ഞാനത് എടുത്തു പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഈ അവസരങ്ങൾ കാണാറുണ്ട്. പക്ഷെ എന്നിട്ടും അവർക്ക് വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പോകുന്നത് ഈ ഓപ്പർച്യൂണിറ്റി എങ്ങനെ എനിക്ക്, അല്ലെങ്കിൽ ഞാൻ വളർന്നു വരുന്ന, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളോടൊപ്പം ചെയ്തുകൊണ്ട് പോകാം എന്നുള്ളതിനെ പറ്റി വ്യക്തത കിട്ടാത്തതുകൊണ്ടായിരിക്കും. ആ വ്യക്തത ഇന്ന് രാത്രി തന്നെ നിങ്ങൾ വിളിച്ച വ്യക്തിയുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ചിലപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിനെ കണക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനുമായിട്ട് നിങ്ങളെ ബന്ധപ്പെടുത്തുന്നുണ്ടാവും. അതിനുശേഷം ഇതിനെ മനോഹരമായി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല, ഒരുപക്ഷെ നിങ്ങളുടെ ഉറ്റവർക്കും ഉടയവർക്കും ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും വരെ ഗുണകരമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റിയും ഇതിനകത്തുണ്ട്.
ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു ഞാനൊരു നേവൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. ഇന്ത്യൻ നേവിയിലായിരുന്നു, എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് പെർഫോം ചെയ്തിരുന്നത്. അന്ന് ഒരു എംപ്ലോയി കാറ്റഗറിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് എൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് വിന്നിംഗ് ടീമുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറിയിൽ വരുന്നവർക്ക് ഉണ്ടാകുന്ന ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് മാത്രമല്ല, എന്നോടൊപ്പം തന്നെ നിരവധി അനവധി പേർക്ക് ഉയരാനും വളരാനും അവരുടെ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിനും ഈ ഓപ്പർച്യൂണിറ്റി കാണിച്ചു കൊടുക്കുക മാത്രമല്ല, കൂടെ നിന്ന് വിജയിപ്പിക്കാനും വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് സമ്മതിക്കുന്നു. അപ്പൊ അതേ അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് കുറച്ചു നാൾ മുമ്പ് അറിയാൻ കഴിഞ്ഞു, തീരുമാനം എടുക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ഒരു പക്ഷെ ഇന്നായിരിക്കും കാണാനും അറിയാനും ഒരു തീരുമാനം എടുക്കാനുള്ള അവസരം കിട്ടിയത്. അത്രേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ എന്ന് അസോസിയേറ്റ് ചെയ്തു എന്നുള്ളതോ അല്ലെങ്കിൽ എത്ര കാലം മുമ്പ് വിന്നിംഗ് ടീമുമായിട്ട് വെസ്റ്റീജുമായിട്ട് കണക്ട് ചെയ്തു എന്നുള്ളതല്ല വിജയം തീരുമാനിക്കപ്പെടുന്നത്. വിജയം തീരുമാനിക്കപ്പെടുന്നത് എന്നൊരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതിലാണ്. സോ അതുകൊണ്ട് തന്നെ കാണുന്ന അവസരവും തീരുമാനം എടുക്കുന്ന അവസരവും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവാതെ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, ഇനിയുള്ള ദിവസങ്ങൾ വളരെ ചിട്ടയോടുകൂടി നിങ്ങൾക്ക് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ന് കമ്പനി വെച്ച് നീട്ടുന്ന ഒരുപാട് സ്പെഷ്യൽ ഓഫറുകളുണ്ട്. കാരണം 21 വർഷം പൂർത്തീകരിച്ച ഒരു കമ്പനി, അതിന്റെ 21st ഇയർ സെലിബ്രേഷൻ ഈ ജൂൺ 2 കംപ്ലീറ്റ് ആണ്. അതിനുശേഷം നാളിതുവരെ കാണാത്ത രീതിയിലുള്ള ഒരുപാട് പുതുമകൾ. ഒരുപക്ഷെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനിയും പ്ലാൻ ചെയ്യുന്നത് എന്തുകൊണ്ട് ഒരു 8,500 crore കമ്പനിയായി മാറിക്കൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് 1000-ൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ബിസിനസ്സിൽ കൊണ്ടുവന്നു. ഇന്ന് 400-ൽ പരം പ്രൊഡക്ട്സുകളും 9 രാജ്യങ്ങളിലെ സാന്നിധ്യമാണെന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് 1000 പ്രൊഡക്റ്റും 8,500 കോടി ടേൺ ഓവറുമായിട്ട് 30-ലധികം രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. സോ ഈ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് കമ്പനി ഒരുപാട് പുതുമകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ആ പുതുമകളെ എല്ലാം നിങ്ങൾ എൻകാഷ് ചെയ്യുകയാണെങ്കിൽ, നാളിതുവരെ ഈ ഓപ്പർച്യൂണിറ്റിയിൽ കണക്ട് ചെയ്ത വ്യക്തികളുടെ അടുത്ത് അത്രയും സമയം നിങ്ങൾക്ക് വേണ്ടി വരില്ല നിങ്ങൾ ഉദ്ദേശിച്ച വിജയത്തിലേക്ക് എത്താൻ. അപ്പം അവസരം അനുകൂലമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ, കമ്പനിയുടേതായിട്ടുള്ള മുന്നേറ്റത്തിന് തയ്യാറെടുക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളും അതിനനുസരിച്ചിട്ട് കൈകോർക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരെ സമയബന്ധിതമായി തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച ഫലപ്രാപ്തിയിലേക്ക്, നിങ്ങൾ ഉദ്ദേശിച്ച വിജയത്തിലേക്കും എത്താൻ പറ്റും. തീരുമാനം നിങ്ങളുടേതാവണം. അതും ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഒരു വേർഡ് ഓഫ് കോഷൻ എന്നുള്ള നിലയിൽ പറയുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ആരായണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റിയുമായി കണക്ട് ചെയ്ത് വിജയിച്ച് നിൽക്കുന്ന വ്യക്തികളോട് തന്നെ ചോദിക്കും. അതിപ്പോ ഇവിടെ നിന്നല്ല, ഏത് മേഖലയിലും നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ വിജയിച്ച വ്യക്തിയോട് തന്നെ അഭിപ്രായം ആരായണം. എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയോട് ചോദിച്ചാലല്ലേ പറ്റുള്ളൂ. ഒരിക്കൽ പോലും മല കണ്ടിട്ടില്ലാത്ത വ്യക്തിയോട് പോയിട്ട് എവറസ്റ്റ് എന്നെ കൊണ്ട് കീഴടക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാം, ഞാൻ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല, അതുകൊണ്ട് നീ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഓപ്പർച്യൂണിറ്റിയിൽ സക്സസ് ആയിട്ടുള്ള നിരവധി പേരെ നിങ്ങൾക്ക് വിന്നിംഗ് ടീം എന്നുള്ള ഒരു ഓർഗനൈസേഷനിലൂടെ പരിചയപ്പെടാൻ പറ്റും. അത്തരത്തിലുള്ള വ്യക്തികളോട് ചോദിച്ച് മനസ്സിലാക്കി, പലപ്പോഴും നമുക്ക് നമ്മുടെ കഴിവുകളെ പറ്റി ആയിരിക്കും കൂടുതലും ബോധ്യം, കഴിവുകളെ പറ്റിയുള്ള ബോധ്യം കുറവായിരിക്കും. കാരണം സമൂഹം മിക്കവാറും നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളതും ഈവൻ വീട്ടുകാരും നാട്ടുകാരും വരെ പറഞ്ഞു തന്നിട്ടുള്ളത് എന്തിനൊക്കെ നമ്മളെ കൊള്ളില്ല എന്നുള്ളതായിരിക്കും. എന്തിന് കൊള്ളിക്കാം എന്നുള്ളത് നമുക്കറിയണം. ഒരുപക്ഷെ വിന്നിംഗ് ടീം പോലത്തെ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും നിങ്ങളുടെ നന്മകളും നിങ്ങളുടെ കഴിവുകളെയും കണ്ടെത്തി ആ കഴിവുകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉയരാനും വളരാനും ഉള്ള ഒരു തട്ടകം നിങ്ങൾക്ക് ഒരുക്കി തരുന്നത്. അതിനെ തന്നെയാണ് ഇന്ന് ഓൺട്രപ്രണോറിയൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധ്യത നിലനിൽക്കുന്നില്ല. ഇനി അഥവാ തൊഴിൽ കിട്ടിയാൽ തന്നെയും പഠിച്ച മേഖലയിലുള്ള തൊഴിലായിരിക്കണം എന്നില്ല. എന്തായാലും പഠിച്ചതിന് തത്തുല്യമായിട്ടുള്ള ഒരു വേതനം കിട്ടുക എന്നുള്ളതും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ സ്വാഭാവികമായിട്ടും എംപ്ലോയ്മെന്റ് എറ 70-80 കാലഘട്ടങ്ങളിലായിരുന്നു. 90-കൾക്ക് അന്ത്യത്തിലും 2000-ങ്ങളുടെ ആദ്യത്തിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ന് എംപ്ലോയ്മെന്റിനേക്കാൾ ആളുകൾ ഓൺട്രപ്രണോറിയൽ അഥവാ സംരംഭകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം വ്യക്തികളിലെ സംരംഭകത്വ ശീലത്തെ കണ്ടെത്തി പരിപോഷിപ്പിച്ച് അതിലൂടെ ആ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഒരു പരിധി വരെ രാജ്യത്തിന് വരെ ഉത്കൃഷ്ടമായ ഒരു പദത്തിലേക്ക് എത്തിക്കാൻ ഇതുപോലുള്ള സംരംഭങ്ങളിലൂടെ സാധിക്കുന്നുണ്ട്. മുടക്കുമുതലില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ഘടകം. സാധാരണ ഇതിൽ പുതുമയുള്ള എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ വിമുഖത കാണിക്കുന്ന എന്തുകൊണ്ടായിരിക്കും? ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ട് അല്ലെ? കുഞ്ഞുനാളിലെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച സമയത്ത് നമ്മളെയും പറഞ്ഞു പഠിപ്പിച്ചത് എംപ്ലോയ്മെന്റ് ഈസ് മോർ സെക്യൂർ, റിസ്ക് ഇല്ല, കെട്ടിയത്തിന് കിട്ടുന്ന ഒരു സാലറിയാണ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ. പക്ഷെ ഇന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കി, ജോലിക്ക് തന്നെ സുരക്ഷിതമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗവൺമെന്റ് ജോലി പോലും സെക്യൂർഡ് അല്ല, പെൻഷൻ ഗ്യാരണ്ടീഡ് അല്ല.
സോ ആ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തേണ്ട സാധ്യതയാണ് സംരംഭകത്വത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ സംരംഭകനാകാനും സംരംഭകത്വത്തിലൂടെ തനിക്കും തന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ നമുക്ക് രക്ഷപ്പെടുത്തണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരെ നമുക്ക് കൈകോർത്ത് പിടിച്ച് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധ്യത ഈ വിന്നിംഗ് ടീം വെസ്റ്റീജ് കോമ്പിനേഷൻ. അപ്പൊ തീരുമാനം നിങ്ങളേതാവട്ടെ. ഒരുമിച്ച് നമുക്ക് ഒറ്റക്കെട്ടായി ഒരുപാട് കാലങ്ങൾ താണ്ടാം. നല്ല നല്ല ബീച്ചുകളും നല്ല നല്ല രാജ്യങ്ങളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഷംന മാഡം പ്രസന്റ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇതിനകത്ത് ട്രാവൽ ഫണ്ട് ഉണ്ട്. എല്ലാ വർഷവും 2 ഏഷ്യനും ഒരു യൂറോപ്പ് ട്രിപ്പും പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒറ്റയ്ക്കല്ല, കുടുംബമായിട്ട് അത് മാത്രമല്ല, സുഹൃത്തുക്കളോടൊപ്പവും ബിസിനസ് ടീം പ്ലേയേഴ്സിനോടൊപ്പവും പോകാൻ പറ്റും. അതുപോലെ തന്നെ ട്രാവൽ ഫണ്ടിനോടൊപ്പം തന്നെ കാർ ഫണ്ട്, ഹൗസ് ഫണ്ട് ഉണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭവനം വെക്കാനാണെങ്കിലും ഇപ്പോൾ ഉള്ളതിനെ മെച്ചപ്പെടുത്താനാണെങ്കിലും, അല്ല നിങ്ങൾ ഓടിക്കുന്ന വാഹനം അല്ല നിങ്ങളുടെ ഇഷ്ട വാഹനം എന്നുണ്ടെങ്കിൽ അത് നേടുന്നതിനും എല്ലാത്തിനും പറ്റുന്ന ഒരു പോസിബിലിറ്റി ഈ ഓപ്പർച്യൂണിറ്റിയിലുണ്ട്. അതുകൊണ്ട് തന്നെ വിളിച്ച വ്യക്തിയോട് ചോദിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിന്റെ നിവാരണം നടത്തി ശക്തമായൊരു തീരുമാനമെടുത്ത് ഇനി അങ്ങോട്ടുള്ള ജീവിതം വിജയശ്രീലായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. സോ ടേക്ക് എ സ്ട്രോങ് ഡിസിഷൻ. ലെറ്റ് us be connected together for a betterment. Wish you all the very best. Thank you and good day. താങ്ക് യു സോ മച്ച് സാർ. സാറിന്റെ ഒരു വാക്ക് കടമെടുത്തുകൊണ്ട് പറയട്ടെ, ഐ ക്യാൻ, യു ക്യാൻ, ടുഗദർ വി ക്യാൻ വിൻ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച് സർ. നമുക്ക് സാറിനുള്ള താങ്ക്സ് ഈ ഒരു ചാറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. അത്രയധികം പക്വതയാർന്ന വാക്കുകളിലൂടെ ഈ ഒരു കാലഘട്ടത്തിന്റെ ബിസിനസിന്റെ പ്രാധാന്യം നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് സാറിന് സാധിച്ചു. താങ്ക് യു സോ മച്ച് സർ. ഈ ഒരു ബിസിനസ് പ്രസന്റേഷൻ ആദ്യമായിട്ട് കേട്ട വ്യക്തികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ മടിച്ചു മാറി നിൽക്കാതെ ഈ ഒരു ബിസിനസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കുക, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളുമായിട്ട് സംസാരിക്കുക, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രോസ്പെരിറ്റി കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന, അതിന് സാധിക്കുന്ന, ഇതിന് മാത്രമേ അതിന് സാധിക്കൂ എന്ന് നമ്മളെല്ലാം അടിവരയിട്ട് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നമ്മളോടൊപ്പം ഈ ഒരു വെസ്റ്റീജ് കമ്പനിയോടൊപ്പം കൈകോർത്ത് പിടിച്ചുകൊണ്ട്, വിന്നിംഗ് ടീമിനോട് കൂടി കൈകോർത്ത് പിടിച്ചുകൊണ്ട് വലിയ സക്സസ് നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഈ ഒരു പ്രസന്റേഷൻ കേൾക്കുന്ന മുൻപ് ഈ ഒരു ഓൾറെഡി ജോയിൻ ചെയ്തു പക്ഷേ ഒരു മടിച്ചു മാറി നിൽക്കുന്നവരോടായിട്ട് പറയട്ടെ, നമ്മളുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഭരതേട്ടൻ പറയും, കോഴിക്കോടേക്ക് പോകാനായിട്ട് മെഴ്സിഡൻസ് ബെൻസിൽ ഇരുന്നിട്ട് കൂടെ ഒരു വിശ്വാസ്യതയില്ലാതെ അതിനെ നോക്കിക്കാണുന്ന ഒരുപാട് വ്യക്തികൾ നമ്മളുടെ ഇടയിലുണ്ട്. പക്ഷെ അവർക്ക് ആ ഒരു ഇരിക്കുന്ന വാഹനത്തെ കുറിച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസ് കുറവും കാര്യങ്ങളുമാണ്. പക്ഷെ നമ്മളുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വിന്നിംഗ് ടീം എന്ന ഒരു മഹാപ്രവാഹത്തിലാണ് നമ്മൾ കുതിച്ചു പാഞ്ഞു പോകുന്ന, അത്രയധികം സ്പീഡിൽ പോകുന്ന ഈ ഒരു വിന്നിംഗ് ടീമിന്റെ ഈ ഒരു ഓളത്തിലേക്ക്, ഈ ഒരു ഒഴുക്കിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ്. കൈവഴി വെട്ടി സൈഡിലൂടെ കയറി വരാൻ നോക്കാതെ നേരിട്ട് ഈ ഒരു പ്രവാഹത്തിലേക്ക്, ഈ ഒരു ഫോഴ്സിലേക്ക് വന്നുകൊണ്ട് എല്ലാവർക്കും വലിയൊരു സക്സസ് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷൻ ചെയ്ത ഷംന മാമിനും അതുപോലെ തന്നെ ക്ലോസിംഗ് സെഷൻ ഹാൻഡിൽ ചെയ്ത വിമൽ സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. ഇത്ര നേരം ഈ ഒരു പ്രസന്റേഷനിൽ കേട്ടിരുന്ന എല്ലാവരെയും പ്രത്യേകം കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. ഈ ഒരു സെഷനിൽ MC ചെയ്യാനായിട്ട് അവസരം നൽകിയ വിന്നിംഗ് ടീമിന്റെ എല്ലാ ഗുരുതുല്യരായിട്ടുള്ള എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു വെൽത്ത് ആൻഡ് താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.